ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് UV പ്രിന്ററിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് സൈനേജ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റുകളാണ് UV പ്രിന്റുകൾ എന്ന് പറയുന്നത്. സ്പെഷ്യലി ബാക്ക് ലൈറ്റ്, ട്രാൻസ്ലേറ്റ് ഫിലിം, വിനൈൽ എന്നിവ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UV പ്രിന്ററുകൾ ഉപയോഗിക്കുന്നത്. എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് ZEDA i3200 6-wick UV മെഷീൻ. ഈ മെഷീനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ZEDA UV മെഷീൻ. ഈ ഭാഗത്താണ് ഹെഡ് വരുന്നത്. Epson i3200 UV സ്പെഷ്യൽ ഹെഡ് ആണിത്. ഇതിൽ കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വാർണിഷോ വൈറ്റോ ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ ഇതാണ് കൺട്രോൾ പാനൽ. നമുക്ക് മീഡിയ ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേർഡ് ചെയ്യാനും പിന്നെ ഗ്യാരേജ് മൂവ് ചെയ്യിപ്പിക്കാനും ഈ സ്വിച്ചസ് കൊണ്ട് പറ്റും. ഇത് ഹെഡ് ടെസ്റ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഉള്ള സ്വിച്ച് ആണ്. ഈ കാണുന്ന ഭാഗമാണ് ഡിസ്പ്ലേ. നമുക്ക് സ്റ്റാറ്റസ് എന്താണ് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കും. പ്രിന്റിംഗ് ആണെങ്കിൽ പ്രിന്റിംഗ് എന്ന് ഇതിൽ കാണിക്കും. ഇപ്പൊ ഐഡിയൽ ആണ് നിൽക്കുന്നത്. പിന്നെ ഇത് ഡിസ്പ്ലേ ആണ്, ഹീറ്റ് ഡിസ്പ്ലേ ആണ്. ഈ ബാക്ക് സൈഡിലാണ് ഹീറ്റർ വരുന്നത്. ഇത് വാക്വം ഫാൻ ആണ്. നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വാക്വം ഫാൻ. പിന്നെ ഇത് വരുന്നത് LED സ്വിച്ച് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഇതിലെ ക്യാപ്പിംഗ് സിസ്റ്റം. ഈ പ്രിന്റ് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഹെഡ് ക്യാപ്പ് ആവും. അതേപോലെ തന്നെ ക്ലീനിങ്ങിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് വൈപ്പ് ആവുകയും ചെയ്യും. വൈപ്പിങ്ങിന് ശേഷം വേസ്റ്റ് വരുന്ന ഇങ്കുകളൊക്കെ ഈ ക്യാനിലേക്കാണ് സ്റ്റോർ ആവുന്നത്. ഇപ്പൊ നമ്മളിവിടെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ബാക്ക് ലൈറ്റ് ആണ്. ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ഒട്ടുന്ന പ്രശ്നമോ ഉണങ്ങാത്ത പ്രശ്നമോ വരുന്നില്ല. കാരണം ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള വാട്ടർ കോൾഡ് LED UV ലാമ്പുകളാണ്. ഈ കാണുന്നതാണ് മീഡിയ ടേക്കപ്പ് സിസ്റ്റം. വലിയ ലെങ്തി ആയിട്ടുള്ള പ്രിന്റുകൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ തിരിച്ച് റോൾ ചെയ്യാൻ പറ്റും. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് വരുന്നത് ഈ ഭാഗത്താണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പ്രിന്റ് ഇതിലേക്ക് തിരിച്ച് തന്നെ റോൾ ചെയ്യുന്നതാണ്. പിന്നെ ഈ മെഷീന്റെ അകത്ത് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിഞ്ച് റോളറുകളാണ്. ഈ ഒരു സെറ്റ് പിഞ്ച് റോളറുകൾ തന്നെ 3 വീലാണ് വരുന്നത്. അങ്ങനെ 18 സെറ്റ് പിഞ്ച് റോളറുകളാണ് ഈ മെഷീനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ലെങ്തി പ്രിന്റുകൾ അടിക്കുമ്പോൾ നമുക്ക് സൈസ് വേരിയേഷനോ ചുളിവുകളോ ഇതിൽ വരുന്നില്ല. ഇതിനകത്ത് മറ്റൊരു ഫീച്ചറാണ് ബൾക്കിംഗ് സിസ്റ്റം. UV എങ്കിൽ സാധാരണ ഇങ്ക് ബോട്ടിലിന്റെ പോലെ വിസിബിലിറ്റി ഉണ്ടാവില്ല. എല്ലാം ബ്ലാക്ക് കളർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. എന്നാൽ ഈ മെഷീനിൽ തന്നെ ഇങ്കിന്റെ ലെവൽ ഇതിനകത്ത് അലാറം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ബോട്ടിലും ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, അലാറം അടിക്കുകയും ചെയ്യും. ഇനി മെഷീന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഇങ്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടുന്ന് നേരെ ഇത് കാർട്രിഡ്ജിലേക്ക് സ്റ്റോർ ആവും. ഇവിടുന്ന് നേരെ ഹെഡിലേക്കും. നമ്മുടെ മെറ്റീരിയൽ ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിഞ്ച് റോളർ പുറകിൽ നിന്നും അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ലിവറാണ് ഇത്. ഇവിടെയാണ് ഡാറ്റ കേബിളും പവറും വരുന്നത്. പിന്നെ ഈ മെഷീന്റെ ടെക്നിക്കൽ വശം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഹോസോൺ ഇലക്ട്രോണിക്സ് ആണ്. അതേപോലെ റിപ്പിംഗ് സോഫ്റ്റ്വെയർ വരുന്നത് മെയിൻ ടോപ്പ് 6.1 ഡോങ്കിൾ വേർഷൻ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ക് പ്രൊഫൈൽ ചെയ്ത സോഫ്റ്റ്വെയർ ആണ് മെയിൻ ടോപ്പ്. ഇതാണ് നമ്മൾ ഈ മെഷീനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പിജെറ്റ് UV ഇങ്ക്. ഇത് നമുക്ക് Epson i3200 DX5 XP600 എന്നീ ഹെഡുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കോഴിക്കോട് സൈനറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ZEDA മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. ഇവിടെ അധികം ആൾക്കാർ എൻക്വയറി വരുന്നത് UV ബാക്ക് ലൈറ്റിന് വേണ്ടിയിട്ടാണ്. ഈ മെഷീനിൽ നിന്ന് പ്രിന്റ് അടിച്ച് കൊണ്ടുവന്ന UV ബാക്ക് ലൈറ്റിന് അത്യാവശ്യം നല്ല റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരോടും പ്രിന്റ് അടിക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ UV ZEDA മെഷീനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ZEDA UV മെഷീനെ കുറിച്ച് പറയാനുള്ളത്. തുടക്കക്കാർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ് ഈ മെഷീൻ. നിങ്ങൾക്ക് ഈ മെഷീൻ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്.
താല്പര്യമുള്ളവർ ആ നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.